രൂപത സഹായമെത്രാനായി മോൺസിഞ്ഞോർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ അഭിഷിക്തനായി. പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് രൂപതാധ്യക്ഷന്മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രാർത്ഥനയാലേ നമ്മൾക്കെന്നും ശക്തി പകർന്നിടാനും. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ചടങ്ങുകൾ നടന്നത്. രാവിലെ 10:30 തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു. രൂപതാ ചാൻസലർ ഫാദർ ജെയ്മോൻ പള്ളിനീരാക്കൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നിയമനപത്രം വായിച്ചു. തുടർന്ന് നിയുക്ത മെത്രാൻ സഭയിലെ രക്തസാക്ഷികളുടെ തിരുശേഷിപ്പിന് മുൻപിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. പ്രധാന കാർമ്മികന്റെ മുൻപിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം ഏറ്റവും പ്രധാന ഭാഗമായ കൈവെപ്പ് ശുശ്രൂഷയിലേക്ക് കടന്നു. കൈവെപ്പ് ശുശ്രൂഷകൾക്ക് മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ പോളി കണ്ണുകാടൻ, മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മൂവാറ്റുപുഴ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ തയോഡയോഷസ്, സുൽത്താൻ ബത്തേരി രൂപതാധ്യക്ഷൻ പീറ്റർ ആബിർ ആന്റണി സ്വാമി, തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ, കൊസൂർ രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ പഴലോളിപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് ഔദ്യോഗിക ചിഹ്നങ്ങളായ അംശവടിയും മുടിയും നൽകി. നമ്മുടെ കർത്താവായ ദൈവം സിഹിയോനിൽ നയിച്ച ശക്തിയുടെ ദണ്ഡായ ഈശോ മിശിഹ അങ്ങയെയും അങ്ങ് മേയിക്കാനിരിക്കുന്നവരെയും നയിക്കട്ടെ. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ ആൻഡ്രൂസ് താഴ്ത്ത്, മാർ ജേക്കബ് മനത്തോടത്ത് എന്നിവർ സഹകാർമ്മികരായി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വളരെ ലളിതമായാണ് ചടങ്ങുകൾ നടക്കുന്നതെങ്കിലും പാലക്കാട് രൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും അഭിമാനത്തിന്റെ നിമിഷങ്ങളാണെന്ന് മാർ ആൻഡ്രൂസ് താഴ്ത്ത് ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ പീറ്റർ പിതാവ് പാലക്കാടിൻ്റെ സഹായമെത്രാൻ ലാറസ് രൂപതയുടെ സ്ഥാനിക മെത്രാനായി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വളരെ പരിമിതികളോടെയാണ് എങ്കിലും പാലക്കാട് രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ചരിത്ര നിയോഗമാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ രൂപതയിലെ സന്യസ്തരും വൈദികരുമടക്കം 100ഓളം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മിത്രാഭിഷേകത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഷെഖീന ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെയും നിരവധി പേരാണ് പങ്കെടുത്തത്. ചടങ്ങിൽ സഹകരിച്ച എല്ലാവർക്കും മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ കൃതജ്ഞത പറഞ്ഞു. സ്നേഹവിരുന്നോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ഷെഖീന ന്യൂസ് ബ്യൂറോ, പാലക്കാട്.